ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാനഡയിൽ വന്നിട്ടുള്ള മകളുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോം ടൂറാണ്. കിച്ചണും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹോം ടൂറാണ്. അപ്പോൾ താഴത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ ഡോറ്. അപ്പോൾ അതിന് സ്ലൈഡ് കർട്ടനും കൂടി ഉണ്ട്. അപ്പോൾ രാത്രി നമുക്കതൊക്കെ അടച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീടുകൾ ഇഷ്ടികം കൊണ്ട് മരം കൊണ്ടൊക്കെ പണിതിട്ട് മുകളിൽ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണത്, അങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ നല്ല ഉറപ്പും നല്ല തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വീടുകളാണ് ഇവിടെ പണിയണത്. കല്ല് മണ്ണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടുതൽ തണുപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്യണത്. അപ്പോൾ ഇത് ഫ്രണ്ടിലെ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ഷൂ ഏരിയ ഉണ്ടാകും. ഷൂവും പിന്നെ നമ്മൾ സമ്മറിലും വിൻ്ററിലൊക്കെ ധരിക്കാൻ പറ്റിയ പലതരത്തിലുള്ള കോട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഓരോ സെക്ഷനായിട്ട് തിരിച്ച്, ഇപ്പോൾ സമ്മറായ കാരണം പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോട്ടിട്ടാൽ മതി. അപ്പോൾ ആ ഒരു ഏരിയയാണത് ഷൂകളും ചെരുപ്പും. അപ്പോൾ നമ്മൾ കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും നമ്മൾ അകത്തിടണ ചെരുപ്പ് ഊരി പുറത്തിടണ ചെരുപ്പിടാം. പിന്നെ പുറത്തുനിന്ന് വരുമ്പോൾ ഷൂകളൊക്കെ ഊരി അകത്തിടണ ചെരുപ്പിടാം. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ സോഫ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അടിയിലൊരു വലിയ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ടീപ്പോയും. അപ്പം അതുമ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുകയും ചെയ്യാം. ഇപ്പോൾ ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റിയാണിത്. അപ്പോൾ അവിടെ ചെറിയ ബ്ലാങ്കറ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ബ്ലാങ്കറ്റ് ഇട്ടത്. രാത്രി നമ്മളവിടെ ഇരിക്കുമ്പോൾ തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പുതച്ചിരിക്കാൻ പാകത്തിന് 2 ബ്ലാങ്കറ്റ് അവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. തണുപ്പ് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതൊക്കെ പുതച്ചിട്ട് ഇരിക്കണത്. പിന്നെ താഴെ ടൈല് മരത്തിൻ്റെ ഇതിൻ്റെ മരം കൊണ്ടുള്ള നമ്മുടെ സാധാരണ ടൈല് തന്നെയാണ്, മരത്തിൻ്റെ ഡിസൈനാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അവിടെ തുടച്ചിട്ട് കാരണം ഞങ്ങൾ ഉണങ്ങാൻ വേണ്ടി ഫാനൊന്ന് ഇട്ടേക്കണതാണ്. അപ്പോൾ ഒരു ഫാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമ്മറിലൊക്കെ ചിലപ്പോഴൊക്കെ നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഫാൻ വേണമെങ്കിൽ ഇടണമെങ്കിൽ ഫാൻ അവിടെ ടേബിൾ ഫാൻ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റ് ഒരാൾക്ക് ഇരിക്കാവുന്ന ഒരു പഴയ സെറ്റിയാണ്. അപ്പോൾ അത് അവിടെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ജനലൊക്കെ ഇങ്ങനെ സ്ലൈഡിങ് കർട്ടനൊക്കെ ഉള്ള ജനലുകളാണ്. വലിയ ജനലൊന്നുമല്ല, ചെറിയ ജനലുകളാണ്. പിന്നെ ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇത് മക്കൾ കിടക്കണ റൂമാണ്. ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. രണ്ടാൾക്ക് നന്നായിട്ട് ഉറങ്ങാനും പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും പറ്റിയ ബെഡ്റൂമാണിത്. അപ്പോൾ ചെറിയൊരു ടീപ്പോയും പിന്നെ ഒരു ബെഡ്റൂം ലൈറ്റും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറം ഒരു ജനൽ, ചെറിയ ജനലാണ്. അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു അലമാരി ഉണ്ട്. അപ്പം അതിലും കുറേ കോട്ടുകളും പിന്നെ അവരുടെ ഡ്രസ്സുകളും ഒക്കെയാണ് വെച്ചേക്കണത്. അപ്പോൾ കോട്ടുകൾ ഇവിടെ പല സീസണിൽ പലതരം കോട്ടുകളാണ് ഇവർ ഉപയോഗിക്കണത്. സമ്മറിലും വിൻ്ററിലും റെയിനി സീസണിലൊക്കെ മാറി മാറിയിട്ടുള്ള കോട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തരംതിരിച്ച് ഓരോ റാക്കിലാക്കി സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെയും ഒരു ബെഡ്റൂം ലൈറ്റുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങൾ, മൊബൈൽ ഫോൺ വെക്കാനും ഒക്കെ ഉള്ള ചെറിയൊരു ടീപ്പോയാണ്. പിന്നെ ഈ കമ്പിളി നമ്മൾ സമ്മറിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വിൻ്ററിലൊക്കെ വേറെ തരത്തിലുള്ള കമ്പിളിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതവരുടെ ഡ്രസ്സ് വെച്ചേക്കണ ഏരിയയാണ്. അപ്പോൾ ഒക്കെ മെസ്സിയായിട്ടാണ് കിടക്കണം. പിന്നെ എന്നാലും കുറച്ചൊക്കെ ഒന്നും ഇപ്പോൾ കുറച്ച് തിരക്കായ കാരണം ഒക്കെ അങ്ങനെ തന്നെ ആണ് അലമാരിൽ അടക്കി വെച്ചേക്കണത്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ അല്ല, കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പണികൾക്കും പിന്നെ എല്ലാ കാര്യത്തിനും. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണത്. ലൈറ്റുകളായാലും നമ്മുടെ പോലെ ട്യൂബ് ലൈറ്റൊന്നുമല്ല, ഇങ്ങനെ റൗണ്ടില്ല ലൈറ്റുകളാണ് ഇട്ടേക്കണത്. പിന്നെ ഇവരുടെ ടോയ്ലറ്റാണിത്.
വാഷ് ഏരിയയും ടോയ്ലറ്റ് ഏരിയയും ബാത്ത് ഏരിയ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എല്ലാം നല്ല പ്യുവർ വൈറ്റാണ്. ഈ വാഷ് ഏരിയയുടെ താഴെ തന്നെ ഒരു വലിപ്പുണ്ട്. അതിൽ ഷാമ്പു പിന്നെ ഉപയോഗിക്കാനുള്ള ബ്രഷുകൾ, പേസ്റ്റ്, അങ്ങനെയുള്ള നമ്മൾ വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം, അടച്ച് വയ്ക്കാം. പിന്നെ ഇത് ടോയ്ലറ്റ് ഏരിയ, പിന്നെ അപ്പുറത്ത് ബാത്ത് ഏരിയ, ചില്ലിൻ്റെ ഇതൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല പ്യുവർ വൈറ്റാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇടാൻ പറ്റും. എല്ലാം നല്ല പ്യുവർ വൈറ്റ് ആയ കാരണം തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടുമ്പോഴായാലും നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഇത് അവരുടെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങണത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയും ഒരു ബെഡ്റൂം ലൈറ്റ് ഉണ്ട്. നമുക്ക് ബാത്റൂമിലൊക്കെ പെട്ടെന്ന് പോകണമെന്ന് തോന്നിയാൽ ഇടാൻ പറ്റിയ ലൈറ്റാണ്. പിന്നെ അവിടെ ഒരു ഹീറ്ററുണ്ട്. രാത്രി നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി തണുപ്പ് കൂടുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിലൊരു തണുത്ത കാലാവസ്ഥയാണല്ലോ. പിന്നെ ഇപ്പം പകലൊക്കെ നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബാത്റൂം അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു ചെറിയ ബാത്റൂമാണ്. ടോയ്ലറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മിനി എ സിയാണ് ആയിരിക്കണം, വെള്ള കളറിലാണ്. അത് നമുക്ക് ചൂട് കൂടുതലാണെങ്കിൽ ആ മിനി എ സി ഓൺ ചെയ്യാം. ഇപ്പം ഞങ്ങൾ എ സി ഒന്നും ഓൺ ചെയ്തിട്ടില്ല. രാത്രി കിടക്കുമ്പോൾ കുറച്ച് സമയം ഹീറ്റർ ഓൺ ചെയ്യും, പിന്നെ ഓഫ് ചെയ്തിടും. പിന്നെ ഇത്തിരി ചൂട് കൂടും, അപ്പോൾ ഓഫ് ചെയ്തിടും. പിന്നെ ഇവിടെയും ഇങ്ങനത്തെ ഒരു അലമാരി ഉണ്ട്. അവിടെ ഞങ്ങളുടെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ വലിച്ചു വരിയൊക്കെയാണ് വെച്ചേക്കണത്. വന്നിട്ട് അധികം ഒന്നും സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല, ഓരോ സ്ഥലങ്ങളിൽ പോക്കും വരവൊക്കെ ആയ കാരണം. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെയൊക്കെ ഷർട്ടുകളൊക്കെ തൂക്കിയിട്ട് കോട്ടുകളും ഒക്കെ ഇട്ട് പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന സൂട്ട് കേസിലൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഡ്രസ്സും എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റിയ നല്ലൊരു അലമാരിയുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് വേറെ അലമാരി, അവരുടെ മക്കളുടെ ഡ്രസ്സൊക്കെ വെച്ചേക്കണ അലമാരികൾ, ഇപ്പോൾ ഡ്രസ്സുകൾ. പിന്നെ എന്തോരം അലമാരികളുണ്ടായാലും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഒരു വലിയ അലമാരികൾ 2 വെച്ചിട്ടും ഡ്രസ്സുകൾ പിന്നെയും ഉണ്ട്. പിന്നെ ഇവരെ കോട്ടുകളൊക്കെ കൂടുതലുള്ള കാരണം ഇതിപ്പോൾ 3 തട്ടിൻ്റെ അലമാരിയാണ്. അതിൽ നിറച്ച് ഡ്രസ്സുകളുണ്ട്. പിന്നെ കോട്ടുകൾ എല്ലാ അലമാരിയിലും 3 അലമാരിയിലും കോട്ടുകളും ഉണ്ട്. അപ്പോൾ അതങ്ങനത്തെ അലമാരി. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നമ്മുടെ പ്രയർ ഏരിയ. അപ്പോൾ ഇത് ആ ഹോളിൽ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. പ്രയർ ഏരിയയും പിന്നെ സെറ്റ്, ടി വി, പിന്നെ ഡൈനിങ് ടേബിള്, അതൊക്കെ ഈ ഹോളിൽ തന്നെയാണ്. പിന്നെ പ്രയർ ഏരിയയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ടി വി യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് സെറ്റിമേക്ക് ഇരുന്നിട്ട് ടി വി കാണാൻ പാകത്തിനാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ കാണിച്ചതൊരു കോമൺ ബാത്റൂമാണ്, നേരത്തെ കാണിച്ച പോലെ തന്നെ ബാത്റൂം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കണ ചെറിയൊരു ഏരിയ. അതൊക്കെ നമ്മൾ വാതിലടച്ചിട്ട് തുറന്നു കഴിഞ്ഞിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കണത്. അപ്പോൾ താഴെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് നമ്മൾ ഡ്രൈ ഏരിയയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ വെയിലത്തുനിന്ന് ഉണക്കിയെടുത്ത പോലെ തന്നെയാണ് ഉണങ്ങി കിട്ടണത്. ഒട്ടും നനവൊന്നുമില്ല, നല്ല ചൂടോടുകൂടിയാണ് വാഷ് ചെയ്ത് നമുക്ക് കിട്ടണം. നമ്മൾ പിന്നെ അത് വെയിലത്തൊന്നും ഇടണ്ട, നല്ല ചൂടും ഉണ്ടാകും. ഒന്ന് മടക്കി വെച്ചാൽ മാത്രം മതിയാകും. നല്ല സെറ്റപ്പായിട്ട് നമുക്ക് അലക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഇത് മകൾ ജോലി ചെയ്യണ ചെറിയൊരു റൂമാണ്. കമ്പ്യൂട്ടറൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണത്. അതൊരു ചെറിയ റൂം. അപ്പോൾ അതിൽ വാതിലടച്ചിട്ട് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് അടുക്കള. ഓപ്പൺ കിച്ചണാണ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജാണ്, ഡബിൾ ഡോറിൻ്റെ വലിയ ഫ്രിഡ്ജാണ്, ഇപ്പോഴത്തെ മോഡലില്ല.
അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഡബിൾ ഡോറാണ്, പക്ഷേ ഒറ്റ വാതിലായ കാരണം ഇത്രയും സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊള്ളും. പിന്നെ ഏറ്റവും അടിയിലാണ് ഫ്രീസർ. അപ്പോൾ നമ്മൾ മുകളിൽ നമ്മുടെയൊക്കെ ഫ്രിഡ്ജുകൾ മുകളിലാണുള്ള ഫ്രീസർ, ഇത് താഴെയാണ് ഫ്രീസർ. അപ്പോൾ ഫ്രീസറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് ഇറച്ചിയും മീനും പാല് അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഉള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് ഫ്രീസറിൽ. എന്ത് സാധനങ്ങളായാലും വെക്കാൻ പറ്റും. പിന്നെ താഴെ കാരണം എപ്പോഴും നമ്മൾ തുറക്കണമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഉപയോഗമാണ് ഈ ഫ്രിഡ്ജ്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കിച്ചൺ ഏരിയ. അപ്പം മിക്സി, പിന്നെ എയർ ഫ്രയർ. ഇവിടെ എയർ ഫ്രയറിലാണ് മീൻ വറക്കണതും ചിക്കൻ പൊരിച്ചൊക്കെ എടുക്കണതൊക്കെ എയർ ഫ്രയറിലാണ്. എല്ലാവരും ഒരു ഒട്ടുമിക്ക സാധനങ്ങളും ചെയ്തെടുക്കണത് എയർ ഫ്രയറിലാണ്. പിന്നെ എന്താ താഴെയൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കത്തി, മറ്റേ തവികൾ, നോൺ സ്റ്റിക്കിൻ്റെ തവികളൊക്കെ വെക്കാനും, പിന്നെ രണ്ടാമത്തേൽ വലിയ കുക്കറുകളും വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാനും, പിന്നെ ഏറ്റവും അടിയിൽ കിച്ചണിൽ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ, വറ്റൽമുളക്, പയർ, പരിപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇത് നമുക്ക് വേസ്റ്റ് ഏരിയയാണ്. ഫുഡ് വേസ്റ്റ് ഒരു തട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെയും പിന്നെ കടലാസുകളൊക്കെ വേറൊരു തട്ടിലും വയ്ക്കി വെക്കണം. അതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇത് നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ, കിച്ചണിലെ സാധനങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ കൂടുതലും ഇരിക്കണത്. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് തരംതിരിച്ചൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഓറഞ്ച് കളറിലെ ടിന്നിൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ്, പക്ഷെ കട്ട പിടിച്ചിരിക്കുകയുള്ളൂ. നമ്മൾ സ്പൂണും കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തിയായിട്ടാണ് എടുക്കണത്. എപ്പോഴും കട്ട പിടിച്ചിരിക്കുകയുള്ളൂ. പക്ഷെ നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ്. നല്ല മണവും നല്ല രുചിയുമാണ് ഈ വെളിച്ചെണ്ണയ്ക്ക്. ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല മണമുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ കിച്ചൺ ഈ സ്ലാബ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റൊക്കെ സൈഡിൽ തന്നെയാണ് വെച്ചേക്കണത്. പിന്നെ ചോറ് ഊറ്റി വെക്കാനുള്ള കൊട്ട, പിന്നെ അതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കിച്ചണിലെ സാധനങ്ങൾ തന്നെയാണ്. പഞ്ചസാര, ഉപ്പ്, തേയില, അത് സാധനങ്ങളൊക്കെ, മുളക് പൊടി, എല്ലാ സാധനങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്. സ്റ്റോറേജൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളും കപ്പുകളൊക്കെ. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ കുടയോ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയത് ആ തട്ടുകളിലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം. പേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങൾ, കണ്ണട അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസാണ്. ഇതിലൊക്കെ കിച്ചൺ സാധനങ്ങളാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കണത്. പൊടികളും ടിന്നുകളും എല്ലാനും. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആയാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചൊക്കെയാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ ചൂട് കൂടുതലില്ലാത്ത കാരണം പെട്ടെന്നൊന്നും കേടാവുകയൊന്നുമില്ല. പിന്നെ ഇത് ഏറ്റവും മുകളിലുള്ള ഈ സ്റ്റോറേജിൽ സ്റ്റീലിൻ്റെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാത്ത പാത്രങ്ങളും അതും ഇതൊക്കെയാണ് എടുത്ത് വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് മൈക്രോവേവ് ഓവൻ. ഇതിൽ ഭക്ഷണങ്ങളൊക്കെ ചൂടാക്കാൻ പറ്റും. ഇവിടെയൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ചോറ് പ്ലേറ്റിലെടുത്ത് കറികൾ എടുത്തിട്ട് ഓവനിൽ വെച്ച് കഴിഞ്ഞ് ചൂടാക്കി കിട്ടും. നമ്മുടെ പോലെ കലത്തിലിട്ട് തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കാതെ പിന്നെ അത് ചീത്തയായിപ്പോയി, ഉപയോഗിക്കാറില്ല. കറണ്ട് കൂടുതലാവും എന്നൊക്കെ ഉള്ള ഇതിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് സ്റ്റൗ ഇങ്ങനത്തെയാണ്, ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അടിയിൽ ഓവനാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ചിക്കനും ഫിഷ്, ബീഫൊക്കെ ഗ്രില്ല് ചെയ്യണതാണ് ഇത് അടിയിലുള്ള ഈ സ്റ്റോറേജ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്, സ്റ്റീൽ പാത്രങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യണ ഓവനാണ്. പിന്നെ ഇത് ഡിഷ് വാഷറാണ്, പാത്രങ്ങളൊക്കെ കഴുകണത്. കുക്കറോ എന്ത് സാധനങ്ങളായാലും നമുക്ക് ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് അതിൽ ഉപയോഗിക്കണ ഒരു സോപ്പിൻ്റെ ഒരു കട്ട പോലത്തെ ഒരു ഇതാണ്, കട്ടയാണ്. അത് ഈ സൈഡിൽ വാതിലിൻ്റെ സൈഡിലൊരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി നല്ല ശുദ്ധമായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. ഞാനും എല്ലാ പാത്രങ്ങളപ്പം അപ്പം ഉള്ളതൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കും. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണ പോലെ തന്നെ കഴുകിയെടുക്കും. പിന്നെ കെറ്റിലുണ്ട്, കെറ്റിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ളപ്പോൾ
ഞാനിപ്പോൾ അതിലിത്തിരി ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് രാവിലെ ഞങ്ങൾ പുട്ടും പയറും ഉണ്ടാക്കിയതാണ്, ചെറുപയർ. ആ കറി ബാക്കിയുള്ളത് മൂടി വെച്ചേക്കണതാണ്. പിന്നെ ഇത് വാഷ് ഏരിയ. എല്ലാം നല്ല സൗകര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇത്രയും സ്ഥലത്ത് ഉണ്ടാകും. അപ്പോൾ ഈ വാഷ് ഏരിയയുടെ താഴെ പിന്നെ സോപ്പ് പൊടി, പിന്നെ ക്ലീനിങ് ലിക്വിഡ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഏറ്റവും അടിയിൽ. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ബേസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേസ്റ്റ്, അത് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളോ അതൊക്കെ ഇടാനുള്ളതാണിത്. മറ്റേത് സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കണം. പിന്നെ നമ്മൾ ഈ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് ഇതിൻ്റെ ഈ ഫുഡ് ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ട് ഇടണം. അപ്പോൾ അതവർ ആഴ്ചയിൽ ഒരിക്കലും വന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മളൊന്നും അറിയൊന്നുമില്ല. പുറത്ത് അവരുടെ വണ്ടി വന്നിട്ട് അവർ ഇതിൽ നിന്ന് എടുത്ത് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളും. പിന്നെ ഇതാണ് ഡൈനിങ് ടേബിൾ, 4 കസേരയും ഒരു ചെറിയ ഡൈനിങ് ടേബിളാണ്. ഒരു ചെറിയ ഫാമിലിക്ക് കഴിയാൻ പറ്റിയൊരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണിത്. എൻ്റെ ഈ ഒരു ഹോളിൽ തന്നെയാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ, പ്രെയർ ഏരിയ എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ 2 ബെഡ്റൂം, കിച്ചൺ, വാഷ് ഏരിയ അതൊക്കെയാണ്. അപ്പോൾ ഹോം ടൂർ കഴിഞ്ഞു. പിന്നെ ഞാനൊരു കുക്കിംഗ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്നുണ്ടെന്ന ഇടിയിറച്ചിയാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. ബീഫൊക്കെ നന്നായിട്ട് ഉണക്കി നമുക്ക് ഇടിച്ച് തന്നതാണിത്. അപ്പോൾ ഇതെന്തോരം നാൾ വേണമെങ്കിലും ഇരുന്നോളും, ഒട്ടും കേടാവില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പുറത്തൊക്കെ ഇത് കിട്ടാത്ത കാരണം ഞങ്ങളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഭാഗം, നല്ലൊരു ഭാഗമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 4 കിലോ ബീഫിൻ്റെ വില കൊടുത്താണ് 1 കിലോ ഇത് വാങ്ങിയത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് വെച്ചാൽ മതിയാകും. ഇപ്പോൾ ഞങ്ങളിത് ഒരു 250 ഗ്രാമാണ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂർ വരെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇടണം. എന്നാലാണ് ഇത് സോഫ്റ്റായിട്ട് ഇട്ടുള്ളൂ. ഇത് ബലം പിടിച്ച് വിറകുള്ളി വല്ലാണ് ഇരിക്കണത്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഇടികല്ലിട്ടൊന്ന് ചതച്ചിട്ട് ഞാനിത് കത്തിയും കൊണ്ട് ചെറിയ പീസാക്കിയാണ് ഇങ്ങനെ എടുത്തേക്കണത്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഭയങ്കര പഞ്ഞി പോലെയാകും. അപ്പോൾ മരുമോൻ പറഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി നമ്മളിങ്ങനെ കീറിയിട്ടാൽ മതിയാവും, അപ്പോഴാണ് നമുക്ക് കടിച്ച് എടുക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിട്ട് മാറ്റി വെച്ചേക്കണതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളി സവാളയും ഒക്കെ കൂടി ഒന്നിച്ചാണ് എടുത്തേക്കണത്. ഇവിടുത്തെ സവാളയൊക്കെ വലിയ സവാളയാണ്, ഭയങ്കര വലുതാണ്. ഒരു പകുതി 1/4 ഭാഗം മതിയാവും നമുക്ക് കറികളിലൊക്കെ ഇടാൻ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി എന്ന് വെച്ചാൽ ഈ സവാളയുടെ പോലെ തന്നെ ചെറുതാണ്, സവാളയുടെ ചെറുതാണ് ചെറിയുള്ളി എന്ന് പറയണത്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളികളാണ്. പിന്നെ വറ്റൽമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇഞ്ചിക്ക് പകരം ഇടണത്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് പൊടികളും കൂടി ഇട്ട്, ആ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉണക്കിറച്ചി ഇട്ട് പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണതാണിത്. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വരട്ടി എടുക്കണതാണ്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റാണത് കഴിക്കാൻ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ബീഫ് ഞാൻ കഴിക്കാത്ത കാരണം പിന്നെ ഞാൻ കഴിച്ചു നോക്കിയില്ല. പക്ഷേ ഇവർ കൂട്ടുകാരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് തന്നെ മിക്സിയിലിട്ട് അടിച്ച് നല്ല പഞ്ഞി പോലെയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെറുതീയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതാക്കി ഇങ്ങനെ ഉണക്കി എടുത്ത അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, നാട്ടിലൊക്കെ ഇത് കിട്ടാനുണ്ട്, പുറത്തേക്കൊക്കെ പോകണ എല്ലാവരും ഇത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കുറച്ച് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട്